അടുത്ത ഫ്രൂട്ട് നമുക്ക് എല്ലാവർക്കും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ബനാന അഥവാ വാഴപ്പഴം. രാവിലെ പലഹാരത്തിന്റെ കൂടെ വൈകിട്ട് ചായയുടെ കൂടെ ഒക്കെ നമ്മൾ കഴിക്കുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് ഈ വാഴപ്പഴം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ബനാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ കാർബോഹൈഡ്രേറ്റ് ആണ്, പ്ലസ് അതിൽ പൊട്ടാസ്യവും ഉണ്ട്. ഇത് രണ്ടും കാരണം ബെസ്റ്റ് പ്രീ വർക്ക്ഔട്ട് ഫ്രൂട്ട് തന്നെയാണ് ഈ ബനാന. രാവിലെ തന്നെ ബനാന കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റന്റ് എനർജി തരുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ്. കൂടാതെ ബനാനയിലുള്ള ഫൈബർ നമ്മുടെ ഗട്ട് ഹെൽത്തിനെയും ഇംപ്രൂവ് ആക്കും. അതോടൊപ്പം കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർ, വയർ സ്തംഭനം ഉള്ളവരിൽ ഡെയിലി ഒരു വാഴപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. ഈ പൊട്ടാസ്യം നമ്മുടെ ഹാർട്ടിനും നമ്മുടെ BP കൺട്രോൾ, ബ്ലഡ് പ്രഷർ കൺട്രോളിന് നല്ലതാണ്. അതുകൊണ്ട് തന്നെ BP പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് ബനാന. ഇനി ഈ വാഴപ്പഴത്തിൽ ട്രിപ്റ്റോഫാൻ എന്ന് പറഞ്ഞ ഒരു അമിനോ ആസിഡ് ഉണ്ട്. അത് നമ്മുടെ മൂഡും അതേപോലെ തന്നെ സ്ലീപ്പും ഇംപ്രൂവ് ചെയ്യും. പിന്നെ പ്രധാനമായിട്ടും മഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് ഈ ബനാന. നിങ്ങൾക്ക് ഉറക്കക്കുറവ് അല്ലെങ്കിൽ രാത്രി സമയം കൈകാലുകളിൽ വേദനയുള്ളവരിൽ ഡെയിലി ഒരു വാഴപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അല്ലെങ്കിൽ പ്രീ വർക്ക്ഔട്ട് ടൈമിൽ. ഇനിയിപ്പോ നിങ്ങൾക്ക് ബ്ലോട്ടിംഗ് ഉള്ളവരിലാണെങ്കിൽ ലേറ്റ് നൈറ്റ് ബനാന കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ തന്നെ പ്രമേഹ രോഗികളിൽ, ഡയബറ്റിസ് ഉള്ളവരിൽ വലിയ പഴം കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. പിന്നെ ചില ആൾക്കാർ പഴം സ്റ്റീം ചെയ്തിട്ട് പുഴുങ്ങിയിട്ട് കഴിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ, ഡയബറ്റിസ് ഉണ്ടെങ്കിൽ അത് തികച്ചും ഒഴിവാക്കേണ്ടതാണ്. കാരണം സ്റ്റീം ചെയ്ത വാഴപ്പഴത്തിലാണ് ഏറ്റവും കൂടുതൽ ഷുഗർ കണ്ടന്റ് ഉണ്ടാവുക. ഡയബറ്റിസ് ഉള്ളവര് ചെറിയ പഴം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബ്ലോട്ടിംഗ് ഉള്ളവരിലും ഓവറായിട്ട് പഴുത്ത വാഴപ്പഴം കഴിക്കുന്നത് ഒഴിവാക്കണം.